അപ്പൊ അവരോട് നമ്മൾ ഇക്റഉ അലാ മൗതാക്കും യാസീൻ, യാസീൻ ഓതണമെന്ന ഹദീസിലില്ലേ, ഇബ്നു ഹിബ്ബാൻ സ്വഹീഹാണല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം അവർ പറയും മരണം ആസന്നമായവർക്ക് ഓതുക എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചല്ലോ, ഒരായത്ത് അതിൻ്റെ പേരിൽ ഓതിയോ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിടത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് എത്തിയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു രണ്ട് ആളുകളോട് ഇരിക്കും ഖുർആൻ ഓതി, അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഖുർആൻ എടുത്തിട്ട് മറ്റുള്ള മഹദികൾക്ക് കൊടുത്ത്, അങ്ങനെ ഉണ്ടോ? എവിടെ ഉണ്ടായിട്ടില്ല. മരിച്ച കഴിഞ്ഞ ഒന്നാമത്തെ നിമിഷം മുതൽ പിന്നെ ഖബറിലേക്ക് എടുത്തു വെച്ച് ജനാസ മറമാടിക്കഴിഞ്ഞ് അവിടെ ഒരു തൽക്കീം ചൊല്ലി അങ്ങനെ തുടങ്ങി, അവിടെ ഖുർആൻ ഓത്ത് തുടങ്ങി, പിറ്റത്തെ വെള്ളിയാഴ്ച പിന്നെ 3, 5, 7 എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ബിദ്അത്തുകൾ നടക്കുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ മരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ. പക്ഷേ ഒരുപാട് സുന്നത്തോടെ വിസ്മരിക്കപ്പെടുകയാണ്. മരണ വീട്ടിൽ നടക്കുന്ന ചില സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമതെന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്ന വിഷയം. സാധാരണഗതിയിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിലേക്ക് പെട്ടെന്ന് ആ മരണ വീടുകളിലേക്ക് എത്തുക, 1-2 പള്ളികളിൽ നിന്ന് 2 മുസ്ലിയാർ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ഖുർആൻ പാരായണം നടത്തുന്ന, യാസീൻ ഓതുന്ന ചില സമ്പ്രദായങ്ങൾ നമ്മുടെ നാടുകളിൽ കാണാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ക്ലിപ്പ് ശ്രവിക്കാം, ശേഷം നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ഇപ്പൊ ഒരാൾ ജമാഅത്ത് ഇസ്ലാമിയാവുക, മുജാഹിദാവുക എന്നെല്ലാം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ചിലർ വിചാരിക്കും ആന്ത്രോപോളജിസ്റ്റായി, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റായി, ബയോളജിയുടെ സാറായി. അല്ല. അപ്പൊ അവരോട് നമ്മൾ ഇക്റഉ അലാ മൗതാക്കും യാസീൻ, യാസീൻ ഓതണമെന്ന ഹദീസിലില്ലേ, ഇബ്നു ഹിബ്ബാൻ സ്വഹീഹാണല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം അവർ പറയും മരണം ആസന്നമായവർക്ക് ഓതുക എന്നാണ്. മരണം ആസന്നമായവർക്ക് ഓതുക എന്നാണ്. മരിച്ചവർക്ക് അർത്ഥമില്ലേ? അപ്പൊ ഇബ്നു ഹജർ തോഫയിലെല്ലാം പറഞ്ഞത് ആ അർത്ഥം ശരിയല്ല. ഉറപ്പാണോ? മൗത്താക്കും എന്ന് പറഞ്ഞ മരണം ആസന്നമായവർ എന്നാണ്. അപ്പൊ അവരോട് നമ്മൾ ചോദിക്കുക, കഫിനോ മൗത്താക്കും ബിൽ അബിയൽ, മരിച്ചവരെ വെള്ള വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യുക എന്നില്ലേ, അവിടെ നിങ്ങൾ എന്താ അർത്ഥം വെക്കല്? മരണം ആസന്നമായവരെ വെള്ള വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യുക. ഏതായാലും മരിക്കുന്നല്ലേ, ശ്വാസം മുട്ടിച്ച് കൊല്ല, സമയമില്ലല്ല, അങ്ങനെയായിരിക്കും അല്ലേ അർത്ഥം? മരണ വീടുകളിൽ നമ്മൾ പലപ്പോഴും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഖുർആൻ പാരായണം നടക്കുക എന്നുള്ളത് നമ്മളൊക്കെ മയ്യത്തിനെ സന്ദർശിക്കാനൊക്കെ പോകുന്ന സമയത്ത് കേൾക്കാറുണ്ട്. ഇത് നടന്നില്ല എങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഹദീസുകൾ മനസ്സിലാക്കി സലഫുകളുടെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ ഇത് നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ അവിടെ ഒരു പ്രശ്നം, ഒരു ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും പ്രവാചകൻ്റെ ഒരു വലിയ സുന്നത്ത് അവിടെ തിരസ്കരിച്ചു എന്നും, അതേപോലെ ഒരു വലിയൊരു അപരാധമായി, എന്താ ഖുർആൻ ഓതാത്തത്, ഇവിടെ ഖുർആൻ ഓത്തൊന്നും ഇല്ലേ, അത് മയ്യത്തിനോട് കാണിക്കുന്ന ഒരു വലിയ അവഗണനയായിട്ടൊക്കെ അവതരിപ്പിക്കുന്നതൊക്കെ കാണാറുണ്ട്. അത്തരം സംസാരങ്ങൾ ഒക്കെ കുടുംബക്കാരിൽ തമ്മിൽ പലപ്പോഴും ഉണ്ടാകാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നിലപാട് എന്നുള്ളതാണ് മുസലായി. നമുക്കൊന്ന് ആ വിഷയത്തിലേക്കൊന്ന് ചർച്ച കൊണ്ടുപോകാം. ശരിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ ലക്ഷ്യം അത് കുറേ ആളുകൾ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ചടങ്ങിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഒരു അപകടത്തിൻ്റെ മുമ്പിൽ, ഇപ്പോൾ ഈ മരണം എന്ന് പറഞ്ഞ പോലെ അവിടെ കണ്ട് എടുത്തുകാണ്ട് പിന്നെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അങ്ങനെ പാരായണം ചെയ്യപ്പെട്ട് പോകലാണ് ഖുർആൻ എന്നൊരു കാഴ്ചപ്പാട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ്റെ അതിൻ്റെ അവതരണ ലക്ഷ്യമായി പഠിപ്പിക്കപ്പെട്ടെടുത്ത് ലിയുൻദിറ മൻകാന ഹയ്യൻ എന്ന് കാണാം. സൂറത്ത് യാസീൻ. അതെ, സൂറത്ത് യാസീൻ എല്ലാവർക്കും അറിയുന്ന ആയത്താണല്ലോ. അതായത് ജീവനുള്ളവർക്ക് താക്കീത് കൊടുക്കാനാണ്. അപ്പോൾ അവിടെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ലിയുൻദിറ ഹാദൽ ഖുർആനുൽ ബയ്യിൻ കുല്ല ഹയ്യിൻ അലാ വജിഹിൽ അർദ്. ഭൂമി ലോകത്ത് ജീവനോടുള്ള ആളുകളോട് ഇതാ ഖുർആനിൽ ഇങ്ങനെ താക്കീതുകളുണ്ട്, സന്തോഷ വാർത്തകളുണ്ട്, വിരോധങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട, ഓതി കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. മാത്രവുമല്ല ഈ പിന്നെ ജീവൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പ്രത്യേകം ഇമാമുകൾ പറഞ്ഞത് കാണാം. മൻ ഹുവ ഹയ്യുൽ ഖൽബാണ്. ഒന്ന് അവൻ്റെ മനസ്സിന് ജീവൻ ഉണ്ടാകണം, അതേപോലെ തന്നെ അവന് കാഴ്ച ഉണ്ടാകണം, ഈ ഓതി കൊടുക്കുന്ന കാര്യം കാണാനും ഇതിനൊക്കെ സാധിക്കണം, ശ്രദ്ധിക്കാനൊക്കെ കഴിയണം, അങ്ങനെയുള്ള ആളുകളാണ് തിരിച്ചറിയാൻ. അതെ. പക്ഷെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരാൾ മരിച്ചു എന്ന് അറിഞ്ഞാൽ പിന്നെ അവിടെ എവിടെ നിന്നൊക്കെ ഖുർആൻ വരുന്നു അറിയില്ല. ജീവിച്ചിരിക്കുമ്പോൾ പഠിപ്പിക്കൂല, ഓതി കൊടുക്കൂല. ഖുർആൻ എല്ലായിടത്തും കൊണ്ട് വരും, ഖുർആൻ എല്ലായിടത്തും വരും. പിന്നെ കാണാ പിന്നെ പ്രത്യേക ആളുകൾ അതിനു വേണ്ടി വരുന്നു, പിന്നെ മൈക്ക് എത്തുന്നു, അത് അവിടെ വർക്ക് ചെയ്യുന്നു, ആളുകൾ മാറി മാറി അങ്ങനെ ഓതുന്നു. പിന്നെ അപ്പം എന്താ വെച്ചാൽ അത് മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടി ഓതുകയാണ്. ഇപ്പോൾ വാട്സാപ്പിലൊക്കെയാണ് ആ നിലക്കുള്ള കാര്യങ്ങൾ.
അതോടെ സൂറത്ത് യാസീനെ പ്രത്യേകം എടുത്തു വെച്ചിട്ടാണ്. ഇനി ഇത് പിന്നെ ഇതിൽ ഒരു കുറച്ചുകൂടി അപകടകരമായൊരു പ്രയോഗം, അപ്പോൾ ഇത് ഖബറാരാധന എന്ന അബ്ദുസ്സലാം മുസ്ലിയാർ ദേവർഷി ഇതിൽ പുസ്തകമാണ്. ഇതിൽ പിന്നെ മയ്യത്തിൻ്റെ അടുക്കൽ മക്ബറകളിൽ മരണപ്പെട്ടവരുടെ മേൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് വ്യർത്യമത്രേ, ജീവിതകാലത്ത് പരിഭാഷ പറഞ്ഞു കൊടുക്കാതെ മരണാനന്തരം പാരായണം ചെയ്തിട്ടെന്ത് കാര്യം എന്നിങ്ങനെ നീളുന്നു ബിദ്ഈവാദങ്ങൾ എന്നാണ്. അപ്പോൾ പിന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു കാര്യം രീതി എന്താണോ അത് ശ്രദ്ധിച്ച് അനുധാവനം ചെയ്തു പോകുന്ന ആളുകൾ വലിയ പുത്തനാശയക്കാരും വലിയ അപരാധം ചെയ്തവരും, മയ്യത്തിനോട് ആദരവ് കാണിക്കാത്തവർ, ബാപ്പാനോട് സ്നേഹത്തില്ലാത്തവർ, ഉമ്മാനോട് സ്നേഹമില്ലാത്തവർ, ഇതൊക്കെ ഒരു മരണവീടാണോ എന്ന നിലക്ക് ഒരു വികാരം വിടുന്ന രൂപത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ചെയ്യാത്ത കാര്യം ചെയ്തിട്ട് ഇതാണ് ദീന്, ഇതല്ലെങ്കിൽ ദീനാകൂല, ഇതുവരെ നടക്കണം എന്ന നിലക്ക് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് അത് ശരിക്കും എന്താ വെച്ചാൽ അഹ്ലുസുന്നയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ വേദനിപ്പിക്കുകയും അതേപോലെ തന്നെ പിന്നെ തോന്നിയതൊക്കെ ചെയ്യുക. അതിനൊക്കെ അവർ പലതും പോരിശകൾ പറയുക, മേന്മകൾ പറയുക, അവരിങ്ങനെ വലിയ ദീൻ്റെ ആളുകളായി വാഴ്ത്തപ്പെടുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് രസകരമായിട്ടൊക്കെയാണ് അവതരിപ്പിക്കാറുള്ളത്. അത് പല വേദനിപ്പിക്കുന്ന വാക്കുകളും അവരെന്ത് ചെയ്യും, അതിനുവേണ്ടി പ്രയോഗിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കൃത്യമായൊരു നിലപാട്, ഇതിൽ നമുക്ക് ഇസ്ലാം തന്ന നിലപാട് എന്താണെന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രാധാന്യത്തോടെ നമുക്ക് വായിച്ചു കൊടുക്കാനുള്ളൊരു സംഗതി പിന്നെ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം സൂറത്ത് നജ്മിലെ വല്ലൈസലിൽ ഇൻസാനി ഇല്ലാമാ സഅ എന്ന ആയത്ത്, അതായത് ഒരു മനുഷ്യന് അവൻ ചെയ്തത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ആ ആയത്ത്. അപ്പോൾ അതിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം ഷാഫിഈ മദ്ഹബിലെ മുഫസ്സിറാണ്, ഷാഫിഈ മദ്ഹബിലെ അറിയപ്പെട്ട മുഫസ്സിറാണ്. അദ്ദേഹം പറയാണ് പിന്നെ കദാലിക പിന്നെ ലാ യുഹസ്സലു മിനൽ അജ്രി ഇല്ലാ മാ കസബ വഹുവ ലിനഫ്സിഹി, ഒരാൾ ചെയ്യാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ അയാൾ എന്ത് ചെയ്യൂല, ശിക്ഷിക്കപ്പെടില്ല. അതേപോലെ തന്നെ ഒരാൾ എന്താണോ ചെയ്തുണ്ടാക്കിയത് അതിൻ്റെ കൂലി അയാൾക്ക് കിട്ടുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയാണ് വമിൻ ഹാദിഇൽ ആയ അൽ കരീമ ഇസ്തംബത്ത ഷാഫിഈ റഹിമഹുല്ലാ, ഈ ആയത്തിൽ നിന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ തെളിവെടുത്തിരിക്കുന്നു വമൻ ഇത്തബഅഹു, അദ്ദേഹത്തെ പിൻപറ്റി വന്നവരും, അന്നൽ ഖിറാഅത്ത ലാ യസിലു യഹ്ദാഉ സവാബിഹാ ഇലൽ മൗത്ത, ഖുർആൻ ഓതിയിട്ട് അതിൻ്റെ കൂലി മരിച്ചവരിലേക്ക് എത്തും എന്ന നിലക്ക് ചെയ്താൽ അതെന്ത് ചെയ്യൂല, എത്തൂല. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അത് അവരെ പണിയല്ല, അവർ ജീവിതകാലത്ത് ഓതിയത് എന്താണോ അതിന് കൂലുണ്ടാവും, ഇപ്പം നടക്കണ അവരെ പണിയല്ല. അതേപോലെ അവരെ കസ്ബിൽപ്പെട്ടതല്ല, കസ്ബ് പറഞ്ഞാൽ അവർ പരലോകത്തേക്ക് വേണ്ടി സമ്പാദിച്ചതല്ല. അതേപോലെ തന്നെ വലിഹാദ ലം യന്ദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മത്തിന് ഇതിൽ യാതൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചല്ലോ, ഒരായത്തതിൻ്റെ പേരിൽ ഓതിയോ ഇല്ല, ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയോ ഇല്ല. അതേപോലെ എത്ര സ്വഹാബികൾ അവിടെ ജീവിച്ചിരിക്കാൻ മരണപ്പെട്ടു, ഒന്നും ഒരു നിലക്കുണ്ടായിട്ടില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിടത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് എത്തിയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു രണ്ട് ആളുകളോട് ഇരിക്കും ഖുർആൻ ഓതി, അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഖുർആൻ എടുത്തിട്ട് മറ്റുള്ള മഹദികൾക്ക് കൊടുത്ത്, അങ്ങനെ ഉണ്ടോ? എവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തിട്ടില്ല. വലാ ഹസ്സഹും അലൈഹി, ഒരു പ്രേരണ കൊടുത്തിട്ടില്ല. പിന്നെ വല അർഷദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഇമായിൻ, വളരെ ശ്രദ്ധിക്കേണ്ട പ്രയോഗമാണ് ഇതൊക്കെ. അതായത് നിർദ്ദേശം കൊടുത്തിട്ടില്ല, ഒരു തെളിവ് കൊണ്ടോ ഒരു സൂചന കൊണ്ടോ. ഏതെങ്കിലും ഹദീസ് ഓതിയിട്ട് പിന്നെ ഉസ്താദ്മാർ ഓതലുണ്ട്, പിന്നെ മരണം ആസന്നമായ ആളെടുത്ത് പിന്നെ യാസീൻ ഓത എന്നുള്ളത് എന്ത് ചെയ്യും, പിന്നെ അവിടെ അതാണ് ഒരു ഹദീസും വായിച്ചിട്ട് എന്തായിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്കുള്ള ഒരു സൂചന കൊടുത്തിട്ടില്ല. പിന്നെ ഇനി ഹദീസൊന്നും വായിക്കാതെ തന്നെ നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോളി, അല്ലെങ്കിൽ ആ നിലക്കും ഉണ്ടായിട്ടില്ല. ഇനി വലം യുൻഖദ് ദാലിക അൻ അഹദി മിന സ്വഹാബ,
സ്വഹാബത്തിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ദീൻ പഠിച്ച് മനസ്സിലാക്കി അത് ശേഷക്കാർക്ക് പകർന്നു കൊടുത്തവരാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, അത് എന്തെങ്കിലും ഒരു ഖൈർ അതിലുണ്ടായിരുന്നെങ്കിൽ അവരതിലേക്ക് മുൻകടക്കുമായിരുന്നു. ഇപ്പോൾ ഇത് ചെയ്യുന്ന ആളുകൾ പറയൽ നല്ലതല്ലേ, എത്ര ഖൈറായ കാര്യമാണ്, ഖുർആനല്ലേ ഖൈർ എന്നൊക്കെയാണ് പറയൽ. അവന്റെ ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, അതൊരു നല്ല കാര്യമില്ല, നടന്നോട്ടെ, ഞാനെന്തിനാ അതിലൊരു ഇടങ്കോലിടണം എതിർക്കണത് എന്ന് വരെ ആളുകൾ എന്ത് ചെയ്യും, നമ്മളെക്കാൾ ഉത്തമരായി ജീവിച്ച സ്വഹാബത്തിന് എന്ത്യാ ബോധം ഉണ്ടായില്ലേ. ഇനി അതുമല്ല, പിന്നെ എന്നിട്ട് അദ്ദേഹം ഓരോന്ന് പറഞ്ഞിട്ട് എന്നാൽ ഇപ്പോൾ പ്രാർത്ഥന ഫഅമ്മദ് ദുആ, ഒരാൾ പ്രാർത്ഥിക്കുക, അതേപോലെ സ്വതക്ക, ഫദാക്ക മുജ്മഉൻ അലാ ഉസൂലിഹിമ. ഇപ്പോൾ ഇത് പ്രത്യേകം പറയുന്ന കാരണം വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക ചെയ്യാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ നോമ്പ് വീട്ടാൻ പറഞ്ഞില്ലേ, ഹജ്ജ് പറഞ്ഞില്ലേ എന്ന് എടുത്തു കാട്ടിയിട്ട് എന്ത് ചെയ്യും, അപ്പം എന്താ ഖുർആൻ ഓതിയാൽ എന്ന നിലക്കാണ്. അപ്പോൾ ഇപ്പോൾ ദുആയിന്, പ്രാർത്ഥനക്ക്, അതുപോലെ സ്വതക്കക്ക്, അതുപോലെ നോമ്പിൻ്റെ കാര്യം, ഹജ്ജിൻ്റെ കാര്യം, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു. അവിടെ ഖിറാഅത്തുൽ ഖുർആൻ എവിടെയും കാണൂല. അപ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് കരുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിൽ നിന്നൊന്നിനെ വലിച്ചെടുക്കാൻ പറ്റൂല. ഇനി വമൻസൂസും മിനശ്ശാരി അലൈഹിമ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മക്കൾ ബാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വലതും സ്വാലി യദൂലഹൂന്നുണ്ട്, അത് ഷറയിൽ വന്നതാണ്. അത് കരുതിയിട്ട് മകൻ പിന്നെ മയ്യത്തിൻ്റെ അടുത്തിരുന്ന് കണ്ട് ഓതിയിട്ട് ഈ സവാബ് ഉപ്പാക്ക് എത്തട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. അപ്പോൾ ഇത്ര വ്യക്തമായി പിന്നെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഷാഫി മദ്ഹബിൻ്റെ ഇസ്തംബത്തെ ഷാഫി റഹിമഹുല്ലാ അവൻ ഇത്തബാവ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയണത്. അപ്പോൾ ഇത് വായിച്ചു കൊടുത്താൽ മുസ്ലിയാക്കന്മാർ പറയുന്നത് വെച്ചാൽ പ്രതിഫലം കിട്ടൂല, ഫലം കിട്ടും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിനെ അവർക്ക് ഗണ്ണിക്കാൻ എന്തുള്ളൂ, ന്യായീകരണങ്ങളുള്ളൂ, വേറൊന്നുമില്ല. ഇതിപ്പോൾ ഖുർആൻ്റെ ആയത്ത് വെച്ചിട്ടാണ് ആര് പറയണത്, ഇബ്നു കസീർ റഹിമഹുല്ലാ പറയണത്. ഇനി പിന്നെ ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം പിന്നെ ഈ സ്വഹീഹ് മുസ്ലിമിന് ഷറഹ് എഴുതിയപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മുഖദ്ദിമയിൽ ഈ കാര്യം പറഞ്ഞു, പിന്നെ സവാബ് എത്തൂല എന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പിന്നെ കിതാബുൽ വസിയ്യത്തിൽ ഇതേ കാര്യം പറഞ്ഞിട്ട് വഅമ്മാ ഖിറാഅത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ അത് എത്തൂല, മദ്ഹബു ഷാഫി വൽ ജുംഹൂർ അന്നഹാ ലാ തുൽഹിഖുൽ മയ്യിത്ത്, ഇമാം ഷാഫിൻ്റെ ജുംഹൂറിൻ്റെ അഭിപ്രായം മയ്യത്തിന് എത്തൂല എന്നാണ്. അത് ഇതിൻ്റെ തുടക്കത്തിൽ മുഖദ്ദിമയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമാം ഷാഫി ഒന്ന് ഖുർആനിലില്ല, ഇനി പിന്നെ ഷാഫി മദ്ഹബിലില്ല, ഇമാം നവവിക്ക് അഭിപ്രായമില്ല. ഇനി ഇതിന് ഇവർ ഉദ്ധരിക്കുന്ന ഹദീസ് പിന്നെ നിങ്ങൾ പിന്നെ മൗത്താക്കും യാസീൻ എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസിൻ്റെ അവസ്ഥ എന്താ, ഇഖ്റഉ യാസീൻ അലാ മൗത്താക്കും. പല റിപ്പോർട്ടിൽ ഹദീസ് വന്നിട്ടുണ്ട്, പണ്ഡിതന്മാർ അതിനെപ്പറ്റി ചർച്ച നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് തെളിഞ്ഞു കാണുന്നൊരു വസ്തുത ലൈഫാണ്, ദുർബലമാണ്, സ്വീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത് ഇമാം നവവിയുടെ അല്ലാദിക്കാറാണ്. ഈ അല്ലാദിക്കാറിൽ ഇമാം നവവി ആ ഹദീസ് കൊടുത്തിട്ട് പറയാണ് ഖുൽതു ഇസ്നാദുഹു ലഈഫ് ഫീഹി മജൂലാനി, ലഈഫാണ്. ധാരാളം ഇമാം നവവിയാണ്, അതിനറിയപ്പെടാത്ത രണ്ടാളുകളുണ്ട്. അപ്പോൾ ഖുർആൻ്റെ തെളിവില്ല, ഹദീസിൻ്റെ തെളിവില്ല, ഞങ്ങളെ മദ്ഹബാണ് എന്ന് വാദിക്കുന്ന മദ്ഹബ് ഏതാണോ അതിൻ്റെ രേഖയല്ല. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിൻ്റെ ചര്യയായി പഠിപ്പിക്കാത്ത ഒരു കാര്യം അതാണ് ഇവിടെ വലിയ കാര്യമായിട്ട് കൊണ്ട് നടക്കുന്നത്. അത് ചെയ്യാത്തതിൻ്റെ പേരിൽ സുന്നത്ത് എന്താണോ അതിനെ മുറുകെ പിടിക്കുന്ന ആളുകളെ വേട്ടയാടുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സമൂഹത്തിലുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഇനി അവിടെ അങ്ങനെയല്ലേ, ഇവിടെ അങ്ങനെയല്ലേ, അപ്പുറത്ത് ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് വരാനാണ് ഓല് ശ്രമിക്കുക. അപ്പോൾ ഈ വസ്തുതകളിലേക്ക് ഓലെ കണ്ണ് പോകൂല, അവരെ കാതു പോകൂല, മനസ്സ് പോകൂല. അതുകൊണ്ട് ഇനി ഇതൊക്കെ ഒന്ന് എതിർക്കണം എന്ന ചിന്തയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ ന്യായീകരിക്കാതെ വസ്തുതാപരമായി തെളിവുകൾ കൊണ്ട് കൈകാര്യം ചെയ്യാനാണ് എന്ത് ചെയ്യേണ്ടത് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ കാണിച്ച ആ രീതിയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്. അതാണ് ഉത്തമ തലമുറ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ ഒരു നിലപാടിലേക്ക് എത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും മരണ വീട്ടിൽ യാസീൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട്, ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൻ്റെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രമല്ല പണ്ഡിതന്മാരുടെ, ഇത് വാദിക്കുന്ന അവരുടെ മദ്ഹബിൻ്റെ തന്നെ പണ്ഡിതന്മാരുടെ പോലും പിന്തുണ അതിനില്ല എന്നുള്ളതാണ് മൂസ സ്വലാഹി ഇവിടെ വ്യക്തമാക്കിയത്. മാത്രമല്ല അവരതിനു വേണ്ടിയിട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് അത് ലൈഫാണ്, ദുർബലമാണ് എന്നുള്ളത് ഇമാം നവവി തന്നെ അദ്ദേഹത്തിൻ്റെ അല്ലാദക്കാരിൽ രേഖപ്പെടുത്തിയതാണ് മൂസലായി ഇവിടെ വിശദീകരിച്ചത്. നമുക്ക് ഇത് ഒരു ബിദ്അത്താണ്, അതല്ലെങ്കിൽ ഇതൊരു പുത്തനാചാരമാണ് എന്ന് പറയുമ്പോൾ തന്നെ
മയ്യത്തുമായി ബന്ധപ്പെട്ട് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ മയ്യത്തിനോട് ചെയ്യേണ്ടത്, അതിൻ്റെ അദബുകൾ എന്തൊക്കെയാണ്? സ്വാഭാവികവും തീർച്ചയായും വിശുദ്ധ ദീനുൽ ഇസ്ലാം ഓരോ കാര്യത്തിനും കൃത്യമായി ഓരോ സ്ഥലങ്ങളിലും ചെയ്യേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ച മതമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും വിട്ടൊഴിയാതെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മരണ വീട്ടിൽ ഒരു മയ്യത്തിനോട് നമ്മൾ ചെയ്യേണ്ട അദബുകൾ എന്തൊക്കെയാണ്, മര്യാദകൾ എന്തൊക്കെയാണ്, നമുക്ക് ബാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ അടുത്ത ചർച്ചയിലേക്ക് പോകുന്നത്. ഷഫീർ അലിക്കമി, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈവൻ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഏത് കാല് വെച്ച് കയറണം, എന്ത് പറയണം, അവിടെ നമ്മൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് എന്നുവരെ ഓരോ സന്ദർഭത്തിലും ഒരു വിശ്വാസി ഇടപെടുന്ന എല്ലാ സന്ദർഭത്തിലും എന്തൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഇതുപോലൊരു മതം വേറെ ഇല്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ മരണവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ വൈകാരികത ഇളക്കി വിട്ടുകൊണ്ട് ബിദ്അത്തുകൾ നടത്തപ്പെടാറുള്ളത്. മരിച്ചു കഴിഞ്ഞ ഒന്നാമത്തെ നിമിഷം മുതൽ ഖബറിലേക്ക് എടുത്തു വെച്ച് ജനാസ മറമാടിക്കഴിഞ്ഞ് അവിടെ ഒരു തൽക്കീം ചൊല്ലി അങ്ങനെ തുടങ്ങി, അവിടെ ഖുർആനോത്ത് തുടങ്ങി, പിറ്റത്തെ വെള്ളിയാഴ്ച, പിന്നെ 3, 5, 7 എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ബിദ്അത്തുകൾ നടക്കുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ മരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ. പക്ഷേ ഒരുപാട് സുന്നത്ത് അവിടെ വിസ്മരിക്കപ്പെടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജനാസയുമായി ബന്ധപ്പെട്ട മരണവീടുമായി ബന്ധപ്പെട്ട ഒരുപാട് സുന്നത്തുകളുണ്ട്. ആ സുന്നത്തൊക്കെ മറന്നിട്ട് പ്രത്യേക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇവിടെ ഖുർആൻ ഓതൽ നടക്കാറുള്ളത്. മരിച്ചു കഴിഞ്ഞ് ജനാസയെ മരണപ്പെട്ട വ്യക്തിയെ ഒരു സെൻട്രൽ ഹാളിലോ മറ്റോ കിടത്തിയിട്ട് അവിടെ നിന്ന് തലക്കം ഭാഗത്തിരുന്നും ചുറ്റും ആൾക്കാർ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്, യാസീൻ ഓതുക. അതേപോലെ തന്നെ ഇപ്പോൾ വാട്സാപ്പിലൊക്കെയാണ് മരണപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് ഓരോ ഖത്തം ഏറ്റെടുക്കലും ജ്യൂസ് ഏറ്റെടുക്കലൊക്കെ എന്തെങ്കിലും. അതൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. മരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് യാസീനോദനും ഖുർആനോദനും. അത് ചെയ്യാതിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത് ചെയ്യാത്ത ആളുകൾക്ക് ഒരു പോയത്തക്കാരാണ്, മോശപ്പെട്ടവരാണ്. മുജാഹിദുകൾ വഹാബികൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വ്യക്തി നമ്മുടെ ഉമ്മ മരണപ്പെട്ടാൽ ഒന്നും ഖുർആൻ ഓതൂല, പട്ടിയെ കൂച്ചിടും പോലെ കൂച്ചിട്ട് തിരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വളരെ വൈകാരികമായിട്ടൊക്കെയാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു കാര്യമാണ് ജനാസയുമായി ബന്ധപ്പെട്ട വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസി ജനാസയുമായി ബന്ധപ്പെട്ട കാര്യം മൻ ഷഹിദൽ ജനാസത ഹത്താ യുസല്ലിയ ഫലഹു ഖീറാത്തുൻ. ഒരു വ്യക്തി ജനാസയെ സാക്ഷ്യം വഹിച്ചു, നമസ്കരിച്ചു, അവനൊരു ഖീറാത്തുണ്ട്. ഒമൻ ഷഹിദ ഹത്താ തുദുഫന കാനഹു ഖീറാത്താനി. അവനെ മറമാടുന്നത് വരെ, ദഫൻ ചെയ്യും വരെ അതിൻ്റെ വിഷയത്തിൽ ഒരാൾ പിന്തുടർന്നാൽ അവൻ 2 ഖീറാത്തുണ്ട് എന്നാണ്. സഹാബികൾ ചോദിച്ചു, റസൂലേ എന്താണ് ഖീറാത്താനി എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ പറഞ്ഞു, മിസലുൽ ജബലൈനിൽ അദീമൈനി, വലിയ പർവ്വത സമാനമായ 2 പർവ്വതങ്ങൾ പോലെയാണ് 2 ഖീറാത്തി എന്നാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു ജനാസയെ പിന്തുടരുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ 2 പർവ്വതങ്ങൾക്ക് തുല്യമായ കൂലി നേടിയെടുക്കാൻ പറ്റിയ സുന്നത്തുകൾ കാര്യങ്ങൾ ജനാസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുണ്ട്. അത് പലരും മറന്നു പോവുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ കാണലാണ് പ്രത്യേക സുന്നത്ത്. വലിയ ഒരു പ്രാധാന്യത്തോട് കൂടിയിട്ട് അതിന് മാത്രം ഒരാൾ നിൽക്കും, ഇങ്ങനെ മുഖം ഇങ്ങനെ മുക്കി കൊടുക്കും. അതിൽ സ്ത്രീയാണ് മരിച്ചെങ്കിൽ മഹറമല്ലാത്ത നാട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കും. അത് കണ്ട് തിരിച്ചു പോകും. കുളിപ്പിക്കൽ എല്ലാവരും കണ്ടു കഴിഞ്ഞോ, ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ കുളിപ്പിക്കാൻ എടുക്കൽ പ്രത്യേക ചടങ്ങാക്കി, അതിനുവേണ്ടി പ്രത്യേക വെള്ളം ചൂടാക്കി, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ എന്തോ ഒരു സംഭവം എന്ന രൂപത്തിലൊക്കെ ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ സാധ്യമാകുമെങ്കിൽ ആദ്യം തന്നെ കുളിപ്പിച്ച് വെച്ച് മുഖം തുറന്ന് വെക്കുന്ന രൂപത്തിലായിരുന്നെങ്കിൽ തിരക്കുള്ള ആളുകൾക്ക് നിസ്കരിച്ച് പോകാൻ പറ്റും. വലിയ കൂലി നഷ്ടപ്പെടാൻ അവിടെ. ഇത് കുളിപ്പിക്കാതെ കഫൻ ചെയ്യാതെ വെക്കുമ്പോൾ നിസ്കാരത്തിന് സമയത്തിലേക്ക് എത്തി നിസ്കരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നേരത്തെ നിസ്കരിക്കാൻ വേണ്ടി ആ ഒരു സുന്നത്തിനെ നഷ്ടപ്പെടുത്താൻ അവിടെ. മാത്രമല്ല, ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലായി, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ, ഒന്ന് മരണപ്പെട്ട വ്യക്തിയുടെ കണ്ണ് തുറന്നിട്ടാണുള്ളതെങ്കിൽ കണ്ണുകൾ അടച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ശരീരത്തിൽ അവയവങ്ങൾ മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിവർത്തി വെക്കുക. കാലുകൾ വിടർന്നിട്ടുണ്ടെങ്കിൽ കാലുകൾ കെട്ടി വെക്കുക. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്തെങ്കിലും മലമോ മൂത്രമോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ വേസ്റ്റൊക്കെ അതൊക്കെ വൃത്തിയാക്കി വസ്ത്രങ്ങളൊക്കെ മാറ്റി അങ്ങനെ ശുദ്ധിയാക്കി വെക്കുക എന്ന പ്രവർത്തനം വളരെ പ്രാധാന്യത്തിൽ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ മരിക്കാൻ കിടക്കുന്ന വ്യക്തിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്ന പ്രത്യേകമായ സുന്നത്തായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലഖീനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ മരണാസന്നനായ വ്യക്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണതാണ്. ഇതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖീനു മൗതാക്കും സൂറത്ത് യാസീൻ എന്ന ഹദീസ് ഉദ്ധരിച്ചിട്ട്
പിന്നെ ഇത് മരണാസന്നനായ ആൾക്ക് വേണ്ടി ചില മരിച്ചാക്ക് വേണ്ടിയിട്ടാണ് ഓതേണ്ടത് എന്നാണ് ഹദീസിലുള്ളത്. കാരണം നിങ്ങൾ മൗത്താക്കും തുതുഫനോ അല്ല മൗത്താക്കും, നിങ്ങൾ പിന്നെ മരണപ്പെട്ടവരെ കഫിനോ മൗത്താക്കും, നിങ്ങൾ മരണപ്പെട്ടവരെ കഫൻ ചെയ്യണം. മൗത്താക്കും എന്ന് പറഞ്ഞാൽ മരണവേളയിൽ കിടക്കുന്നവന് വേണ്ടിയല്ലല്ലോ എന്ന് പരിഹസിക്കാറുണ്ട് ചില ആളുകളൊക്കെ. ഇവിടെ റസൂൽ യഖീനോ മൗത്താക്കിലായല്ലോ, നിങ്ങൾ മരണാസന്നനായി എന്നാണ്. പ്രവാചകൻ ഹദീസിന് ഉദ്ദേശം രണ്ട് രൂപത്തിലും വന്നിട്ടുണ്ട്. ഇവിടെ മരണാസന്ന വ്യക്തിക്ക് നിങ്ങൾ ലായലത പറഞ്ഞു കൊടുക്കണം, അവിടെ വേറൊന്നുമല്ല സംസാരിക്കേണ്ടത്. അദ്ദേഹം അവസാനത്തെ കലാമിൽ ലായലതായി കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പിന്നെ റസൂലിൻ്റെ ഹദീസുണ്ട്. അതുകൊണ്ടെങ്കിൽ ലായലത ചൊല്ലി കൊടുക്കുന്ന റസൂൽ പ്രത്യേകം പറഞ്ഞു. ഇനി ആ മരണപ്പെട്ട വ്യക്തിയുടെ മരണവാർത്ത കേട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു മുസീബത്ത് കേട്ടാൽ നമ്മൾ ഇന്നാ ഇന്നാലി റാജി എന്ന് പറയണം. അത് മരണവാർത്ത കേട്ടാൽ മാത്രം പറയണതല്ല. നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാൽ ഈ മരണവാർത്ത കേട്ടാൽ പിന്നെ വാട്സാപ്പിലൊക്കെ ഇന്നാലിൻ്റെ ഒരു സ്റ്റിക്കറും അത് കേട്ടാൽ മാത്രം ചൊല്ലാനുള്ളൊരു ദിക്കറായിട്ടാണ് ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ അള്ളാഹു പറഞ്ഞത് അല്ലെങ്കിൽ സാബത്ത് മുസീബ ആലു ഇന്നാ ഇന്നാലി റാജി എന്ന് അള്ളാഹു പറഞ്ഞത്. സഹാബികൾ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയിൽ വരെ പറയാറുണ്ട്. മൊബൈലിൽ അകത്ത് വേണം ഇന്നാലില്ല പറയാം. നമുക്ക് എന്ത് അപകടം സംഭവിച്ചാലും ഇന്നാ ഇന്നാലി റാജി പറയണം. എന്നാൽ പ്രവാചകൻ പഠിപ്പിക്കുന്നു, പ്രത്യേകമായി പ്രവാചകൻ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളൊക്കെ മരണപ്പെട്ടാൽ ചേർത്ത് പറയാൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഇപ്പോൾ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വളരെ സങ്കടത്തിൽ കരഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥന ലാ ഇലാഹ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്റുനി മുസീബതി വഖ്ലുഫ് ലി ഖൈറൻ മിൻക. അള്ളാഹു എനിക്ക് ഈ ഭാരിച്ച മുസീബത്തിൽ പിന്നെ എനിക്ക് നന്മ കൂലി നൽകണമേ, ഇതിനേക്കാൾ ഉത്തമമായത് എനിക്ക് പകരം നൽകണേ എന്നാണ്. മുസ്ലിം പിന്നെ കല്യാണിക്ക് റസൂലുള്ളാഹി അത് വേറെ വിഷയമാണ്. ഏതായാലും നമ്മൾ അങ്ങനെ, ഇത് പലർക്കും അറിയില്ല, ഇന്നാ ഇന്നാ റാജി എന്ന് മാത്രമാണ് പറയാറുള്ളത്. നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെടി ഇത് ചേർത്തി പറയണമെന്നൊരു സുന്നത്ത് ആളുകൾക്ക് അറിയില്ല, ഇത് മറക്കണേ. മാത്രവുമല്ല, ഒരു മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിലേക്ക് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എല്ലാവരും യാസീനോദലാണ്. വന്നിരുന്ന് യാസീനോദിയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സുന്നത്തിൽ കാണാം, മരണ വീട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ വ്യക്തിക്ക് വേണ്ടിയിട്ട് മയ്യത്തിന് അടുക്കൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രാർത്ഥനയാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന, പ്രവാചകൻ അബൂ സലമിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥന. അതേപോലെ നമുക്ക് അല്ലാഹുമ്മ ഗഫിർ ലി ഫുലാൻ, ഒരു അബ്ദുള്ള അല്ലാഹു മഗ്ഫിർ ലി അബ്ദില്ലാ വറഫഅ ദർജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലിഫു ഫി അഖ്ബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു വനവ്വിർ വഫ്സഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി എന്ന ഒരു പ്രാർത്ഥന. ആ മയ്യിദിന് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ, ദറജ ഉയർത്തി കൊടുക്കണമേ, ഇദ്ദേഹത്തിന് ശേഷമുള്ള ആളുകൾക്ക് നീ നല്ലത് കൊടുക്കണമേ, അതേപോലെ നമുക്കും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ, ഖബറിൽ അദ്ദേഹത്തിന് നീ വിശാലതയും പ്രകാശവും നൽകണം എന്നൊരു പ്രാർത്ഥന. ഇത് പലർക്കും അറിയില്ല. അല്ലാഹു മഗ്ഫിർലി ഫുലാൻ വർഫഅ ദർജതഹു എന്ന പ്രാർത്ഥന പല ആളുകൾക്കും അറിയില്ല. അവരൊക്കെ വന്ന് യാസീനോദി പോവാണ്, അല്ലെങ്കിൽ ഖുർആനോദി പോവുകയാണ്. ഇതൊരു പ്രത്യേക സുന്നത്താണ് എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. അതേപോലെ തന്നെ മരണപ്പെട്ട പിന്നെ വ്യക്തിയുടെ വീട്ടിൽ വന്നോ അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് നല്ലത് മാത്രം പറയുക എന്നൊരു പ്രവാചകൻ പഠിപ്പിച്ച പ്രത്യേക നിങ്ങൾ പിന്നെ വഖൂലു ഖൈറ, നിങ്ങൾ നന്മ പറയണം എന്നാണ്. ഈ ഹദീസ് എടുത്ത ആൾക്കാർ എന്ത് ചെയ്യാറുള്ളത്? ഖൈറുൽ കലാമി കലാമുല്ലാഹ്, നന്മയിൽ ഏറ്റവും നല്ലത് ഖുർആനല്ലേ എന്നോ, അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാണ്. ഇവിടെ റസൂൽ ഉദ്ദേശിച്ചത് എന്താണ്? ആ മരിച്ച വ്യക്തിയെ കുറിച്ച് നല്ല കാര്യം പറയും. കാരണം പ്രവാചകൻ പറയാണ്, ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ നല്ലതാണ് പറഞ്ഞെങ്കിൽ ജനങ്ങളുടെ സാക്ഷ്യം അല്ലാഹു സ്വീകരിക്കും, അവനക്ക് സ്വർഗ്ഗം ഉണ്ടെന്നാണ്. ഒരു ജനാസ കൊണ്ടുപോയപ്പോൾ ജനങ്ങൾ നല്ലത് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ വജബത്ത് എന്ന് പറഞ്ഞു 3 വട്ടം. മറ്റൊരു ജനാസ കൊണ്ടുപോയപ്പോൾ ജനങ്ങൾ മോശം പറഞ്ഞു, റസൂൽ വജബത്ത് എപ്പോഴും 3 വട്ടം പറഞ്ഞു. വിശദീകരണം ചോദിച്ചപ്പോൾ റസൂൽ പഠിപ്പിച്ചത് എന്താണ്? ആദ്യത്തെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ നല്ലത് പറഞ്ഞപ്പോൾ വജബത്തിലെ ഹുൽ ജന്ന, രണ്ടാമത്തെ വ്യക്തിയെക്കുറിച്ച് മോശം പറഞ്ഞപ്പോൾ വജബത്തിലെ ഹുന്നാർ എന്നാണ്. അപ്പം നല്ലത് മാത്രം പറയുക, മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് നല്ലത് മാത്രം പറയുക എന്നുള്ളത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ്. അതേപോലെ തന്നെ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും കുളിപ്പിക്കുക, അതേപോലെ തന്നെ കഫൻ ചെയ്യുക, മറമാടുക, ദഫൻ കുഴിയിലേക്ക് ഇറക്കി വെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യൽ പ്രവാചകൻ പ്രത്യേകമായി പഠിപ്പിച്ച സുന്നത്തായിക്കൊണ്ട് കൂലിയുള്ള കാര്യമായി പഠിപ്പിച്ചാണ്. മാത്രമല്ല ഈ പ്രവർത്തനങ്ങളൊക്കെ ഫർള് കിഫയിലാണ് എണ്ണിയിട്ടുള്ളത്. ആരെങ്കിലും ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ നാട്ടിലുള്ള മുഴുവൻ വിശ്വാസത്തിൽ കുറ്റം കിട്ടും, അവരൊക്കെ കുറ്റക്കാരാണ്. ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരുടെ കുറ്റം ഒഴിവാകുകയും ചെയ്യും. അപ്പോൾ അത് ചെയ്യുന്നവർക്ക് വലിയ പുണ്യമുണ്ട്, അതും മനസ്സിലാക്കേണ്ട, നമ്മളൊക്കെ അത് പഠിക്കേണ്ട വിഷയം കൂടിയാണ്. ചില ആളുകൾക്കൊക്കെ പിന്നെ ഉപ്പ മരണപ്പെട്ടാൽ കുളിപ്പിക്കാൻ അറിയില്ല, കഫൻ ചെയ്യാൻ അറിയില്ല, ഒന്നും ചെയ്യാനറിയില്ല. ഓരോ നാട്ടിലും അതിന് പ്രത്യേകമായിട്ടൊരു ടീമൊക്കെ ഉണ്ട്, അവർ വന്ന് ഈ കാര്യങ്ങൾ നമ്മളതൊക്കെ പഠിക്കുകയാണ് വേണ്ടത്, അതൊക്കെ ചെയ്യാണ് വേണ്ടത്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ കൂട്ടായ്മ തന്നെ ഈ വിശദമായ ഒരു ക്ലാസ് നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ യൂട്യൂബിലൊക്കെ ലഭ്യമാണ്, സാന്ദർഭികം ഓർമ്മപ്പെടുത്തുകയാണ്, ഫുൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഈ മരിച്ച വ്യക്തി നന്മ പറയുക, അതേപോലെ തന്നെ മരണ വീട്ടിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച് മാറത്തടിച്ച് കരയുന്ന,
നിലവിളിക്കുന്ന സംഗതികളൊക്കെയാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് റസൂൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അത് ആ വ്യക്തിക്ക്, മരിച്ച വ്യക്തിക്ക് അത് പ്രയാസമാകും എന്നിവരെ പ്രവാചകൻ പഠിപ്പിച്ചു. കരയുകയും സങ്കടങ്ങൾ അതൊക്കെ സ്വാഭാവികം. അമിതമായിക്കൊണ്ടുള്ള ഒരു കരച്ചിലാണ് പ്രവാചകൻ പിന്നെ ശദ്ദുൽ എന്താണ് ലൈസ മിന്ന മൻ വറബൽ ഖുദൂദ് ഔ ശഖൽ ജയൂബ് എന്ന് കാണാം. പിന്നെ മാറത്ത് അടിച്ച് കീറി കരയുന്നതൊക്കെ റസൂൽ വിരോധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ കാര്യങ്ങൾ വേഗത്തിലാക്കുക. അസിരിഉ ബിൽ ജനാസ എന്ന് റസൂൽ പറഞ്ഞു. നിങ്ങൾ മരിച്ച വ്യക്തിയുടെ കാര്യങ്ങൾ വേഗത്തിലാക്കണം. അത് ഇപ്പോൾ ഈ ബോംബെ നാളെ വരാണ്ട്, അയാൾ വരട്ടെ, ഗൾഫിൽ നിന്ന് മോൻ വരാണ്ട് അവന് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് വൈകിപ്പിക്കൽ അതൊരു ശരിയായ പ്രവൃത്തിയല്ല. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നല്ല വ്യക്തിയാണെങ്കിൽ എന്തിനാണ് ഖബറിലെ കൂലി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? മോശപ്പെട്ട വ്യക്തിയാണെങ്കിൽ എന്തിനാണ് വെച്ച് നിൽക്കുന്നത് റസൂൽ പറഞ്ഞു. അപ്പോൾ പെട്ടെന്നാക്കുക എന്നുള്ള പ്രത്യേകമായ സുന്നത്താണ്. ഈ പറയപ്പെട്ട സുന്നത്തുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ വിഷയമാണ്. ഇതൊന്നും ചെയ്യാതെ ഇത്തരം സുന്നത്തുകൾ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാതെ ഈ ഖുർആൻ ഓതൽ പോലെയുള്ള റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത കാര്യം, അതാണ് പ്രത്യേക വിഷയം എന്ന രൂപത്തിലൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതെന്ന് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഒന്നുകൂടിയുള്ള വെച്ചാലേ ഇപ്പോൾ ഇതിനിപ്പോൾ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ മുമ്പിക്ക് വരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ആ പരിസരത്തുള്ള ആൾക്കാരൊക്കെ വേഗം പറയുന്നത് വെച്ചാൽ ഓതാൻ ആൾ വരട്ടെ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ചില ആളുകളുടെ മനസ്സിലും ഇത് അങ്ങനെയാണ് എന്തായിട്ടുള്ളത്, പിന്നെ ചിത്രീകരണം ആയിട്ടുള്ളത്. ഇതിലിപ്പോൾ ഒന്നേ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഗൗരവം സാധാരണക്കാർ ഇതിങ്ങനെ മനസ്സിലാക്കണം. അതായത് ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിക്കാത്തൊരു കാര്യം അവിടുന്ന് ചെയ്തു എന്ന് തന്നെയാണ് പറയണം. അപ്പോൾ അത് ശരിക്കും മനഃപൂർവ്വം ഒരു കളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ പറയുകയാണ്. അതിൻ്റെ ഗൗരവത്തിൽ ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ. ഇത് പറയുന്നത് നല്ല ഇരുത്തം വന്ന, അല്ലെങ്കിൽ പിന്നെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കി പരതി ഹദീസുകളെ പറ്റി പഠിച്ച് അങ്ങനെ വലിയ ആഴത്തിൽ അറിവുള്ള ആളുകളല്ല. അവിടുന്ന് ഇവിടുന്ന് കുറേശ്ശെ കാര്യങ്ങളൊക്കെ കേട്ടതും ഇനി അതിനേക്കാൾ സാധാരണക്കാരായ ആളുകളും ഇങ്ങനത്തെ വർത്തമാനം പറയണത്. മറ്റൊന്ന്, സ്വഹാബികളെ ജീവിതത്തിലില്ല. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തു, അല്ലെങ്കിൽ വേറെ സ്വഹാബി, ഇങ്ങനെ ഓരോ സ്വഹാബികളുടെ പേര് പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ സ്വഹീഹായ ഹദീസ്, ഇവിടെ പിന്നെ ഫഖൂലു ഖൈറ എന്നുള്ള ഹദീസ് നമ്മൾ കേട്ടു. ഇപ്പോൾ ഈ ഹദീസിനെ ഇമാം നവവി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് കാണാം. ഇമാം നവവി എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാർക്ക് മുസ്ലിയാക്കന്മാർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഇമാമെന്നറിയാലോ. ഇമാം നവവി അവിടെ ഒരിക്കലും ഈ ഫഖൂലു ഖൈറ എന്നതിൽ ഖിറാഅത്തുൽ ഖുർആൻ കൊണ്ടിട്ടില്ല. അവിടെ ഇമാം നവവി ഒന്ന് പറഞ്ഞത് ഈ പിന്നെ ഖൈറ് പറയണം എന്നതിലെ സുന്നത്ത് ഒന്ന് മിനദ്ദുആ, പ്രാർത്ഥിക്കുക, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ വലിയ ഇസ്തിഗ്ഫാർ, പാവമോചനം നടത്തുക. അതേപോലെ തന്നെ ഈ മയ്യത്തിനോട് ആ മയ്യത്തിൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് പറയാം. അതേപോലെ മയ്യത്തിനൊരു തഖ്ഫീഫ് കൊടുക്കുക. മയ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പെട്ടെന്ന് ആക്കണം എന്നുള്ള ചർച്ചകൾ നടത്തുക. അതൊക്കെ അതിൽ വരിക. അപ്പോൾ അവിടെ നിന്നും ഖുർആൻ ഓതാൻ ആളെ കൊണ്ടുവരണം, അങ്ങനത്തെ ചർച്ചകളല്ല. അപ്പോൾ സ്വഹിയായി വന്ന ഹദീസുകളെ ഉദ്ധരിച്ചിട്ട് ഇല്ലാത്ത ഒരു വാദം എന്ത് ചെയ്യുക, സ്ഥാപിക്കുക. മറ്റൊന്ന്, ഇപ്പോൾ ഇമാം നവവി അൽ-അദ്കാറിൽ പറഞ്ഞു ഇത് ദുർബലാണ്, പുൽ തുയ്സിനാദുഹു ലഈഫ് എന്ന് ഇമാം നവവി പറയണത്. അതിന് മറച്ചു വെച്ചിട്ട് അത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാതെ പിന്നെ ഇമാം നവവി അടക്കമുള്ളവരുടെ മേൽ വേറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുക എന്ന് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് എന്താണോ നബിച്ചത്, നേരത്തെ നമ്മളാ വായിച്ചതിൽ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർഷദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഇമായിൻ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടില്ല. 2, പ്രേരിപ്പിച്ചിട്ടില്ല. 3, എന്തെങ്കിലും ഒരു തെളിവ് പറഞ്ഞുകൊണ്ട് വഴി കാണിച്ചു കൊടുത്തിട്ടില്ല. ഇനി ഒന്നും പറയാതെ ഒരു സൂചനയും കൊടുത്തിട്ടില്ല. എത്ര വ്യക്തമായിട്ടാണ് പണ്ഡിതന്മാരെ കാര്യം പറഞ്ഞത്. അപ്പോൾ ആ ഒരു നിലപാടിലേക്കാണ് വിശ്വാസികളായ നമ്മൾ എത്തേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സുന്നത്തുകൾ എന്താണെന്ന് നമ്മൾ വളരെ വിശദമായി കൊണ്ട് മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ട ഒരു ബിദഅത്തിൻ്റെ അതിൻ്റെ നിരർത്ഥകത പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതും ആണ് നമ്മൾ രണ്ടാമതായി കൊണ്ടുവന്ന് ചർച്ചക്കെടുത്തത്. നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അതിവിടെ ഒരു കാര്യം കൊണ്ട് നമ്മുടെ ഇവിടെ എന്താ വെച്ചാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്, നബിൻ്റെ ചര്യയിൽപ്പെട്ടതാണ് എന്ന നിലക്കാണ് അവതരിപ്പിക്കുന്നത്. അതെ അതെ. അപ്പോൾ ആ നിലക്ക് വരുമ്പോൾ അത് വലിയൊരു ചെയ്യാത്തൊരു കാര്യമാണ് എന്ത് ചെയ്യണത്, ചെയ്തു പറയണത്. അത് പേരിൽ പറഞ്ഞ് പ്രമാണങ്ങളെ പോലും കോട്ടി മാറ്റിക്കൊണ്ട് ഒരു അനാചാരം, ഒരു ബിദ്അത്താണ്
ഇത് തുടങ്ങുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട മറ്റൊരു വിഷയം ചേർത്ത് വായിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ബിദ്അത്ത് എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? ഇല്ലാ നസഅല്ലാഹു സുന്നത്തി. അല്ല ഒരു സുന്നത്തിന് അവരിൽ നിന്ന് എടുത്തു. ഇപ്പോൾ ഒരുപാട് സുന്നത്തുകൾ നമ്മളിവിടെ പ്രതിപാദിച്ചു, പ്രമാണങ്ങളിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒട്ടനേകം കാര്യങ്ങൾ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഒരു ബിദ്അത്ത് നമ്മൾ തുടങ്ങിയതോടുകൂടി നമുക്ക് ഇത്തരം എന്താ പറയുക സുന്നത്തുകളെ കുറിച്ചുള്ള ഒരു ധാരണ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി എന്നുള്ളത് പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടു കൂടി ബിദ്അത്തിൻ്റെ ഒരു അപകടമായിക്കൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ബിദ്അത്തുകളിൽ നിന്ന് മാറി നിന്ന് സുന്നത്തുകളിലേക്ക്, പ്രമാണങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഈ രണ്ട് വിഷയങ്ങളിലും നമുക്ക് അവസാന വാക്കായി കൊണ്ട് പറയാനുള്ളത്. പ്രവാചകനും പ്രവാചകൻ്റെ അനുചരന്മാരും എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ മാർഗത്തിലേക്ക് നമ്മൾ പോവുക. അതാണ് ഏറ്റവും ശരിയായ വഴി. അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. സത്യം മനസ്സിലാക്കുവാനും ആ സത്യത്തിൻ്റെ കൂടെ സഞ്ചരിക്കുവാനും യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് മരണപ്പെടുവാനും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.